ഒന്നാം പോളിംഗ് ഓഫീസർ സമ്മതിദായകനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ തൻ്റെ സമീപത്തെത്തുന്ന സമ്മതിദായകന്റെ വിരലിൽ ഇൻഡെലിബിൾ ഇങ്ക് പുരട്ടേണ്ടതാണ്. സമ്മതിദായകന്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ പരിശോധിച്ച് ഇൻഡെലിബിൾ ഇങ്കിന്റെ പാടോ അവശേഷിപ്പോ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനുശേഷം ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ നേർരേഖയായി വിരലിന്റെ മുകളിൽ നഖത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും ആദ്യത്തെ മടക്കുവരെ മഷി പുരട്ടേണ്ടതാണ്. ഇതോടൊപ്പം രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് അഥവാ ഫോം 17A ചുമതലക്കാരനും രണ്ടാം പോളിംഗ് ഓഫീസറാണ്. ഫോം 17A രണ്ടാമത്തെ കോളത്തിൽ സമ്മതിദായകന്റെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം വോട്ടറുടെ കയ്യൊപ്പും അല്ലാത്ത പക്ഷം ഇടത് തള്ളവിരലിന്റെ അടയാളമോ രേഖപ്പെടുത്തേണ്ടതാണ്. തുടർന്ന് സമ്മതിദായകന് വോട്ടർ സ്ലിപ്പ് നൽകേണ്ടതുമാണ്. ഇൻഡെലിബിൾ ഇങ്ക് ഉണങ്ങാനുള്ള സമയം കൂടി നൽകിയെന്ന് രണ്ടാം പോളിംഗ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. സമ്മതിദായകൻ അദ്ദേഹത്തിന്റെ ഒപ്പോ വിരലടയാളമോ രേഖപ്പെടുത്തുവാൻ വിസമ്മതിക്കുന്ന പക്ഷം റെഫ്യൂസ് ടു വോട്ട് എന്ന് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ റിമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ് റിമാർക്സ് എൻട്രിയിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുമാണ്. എന്നാൽ സമ്മതിദായകൻ തന്റെ ഒപ്പ് അല്ലെങ്കിൽ കൈവിരൽ രേഖ കോളം 2 രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ റെഫ്യൂസ് ടു വോട്ട് ലെഫ്റ്റ് വിത്തൗട്ട് വോട്ട് എന്ന് ഫോം 17A രേഖപ്പെടുത്തി വോട്ടറുടെ ഒപ്പോടുകൂടി സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ സീരിയൽ നമ്പറിലോ കോളം നമ്പറിലോ രേഖപ്പെടുത്തലുകളൊന്നും മാറ്റേണ്ടതുമില്ല. രണ്ടാം പോളിംഗ് ഓഫീസറുടേത് വളരെ പ്രധാനപ്പെട്ട ചുമതലയായതിനാൽ തന്നെ ഡ്യൂട്ടി ലഭിക്കുന്നവർ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മൂന്നാം പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ. വോട്ടിംഗ് മെഷീനിലെ കൺട്രോളിംഗ് യൂണിറ്റിന്റെ ചുമതല നൽകിയിരിക്കുന്നത് മൂന്നാം പോളിംഗ് ഓഫീസർക്കാണ്. അദ്ദേഹം സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് തന്നെ ഇരിക്കേണ്ടതും സെക്കൻഡ് പോളിംഗ് ഓഫീസർ നൽകിയ വോട്ടർ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ സമ്മതിദായകനെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതുമാണ്. വോട്ടർ സ്ലിപ്പ് സീരിയൽ നമ്പർ ക്രമത്തിലാണ് സൂക്ഷിക്കേണ്ടത്. രണ്ടാം പോളിംഗ് ഓഫീസർ ഇൻഡെലിബിൾ ഇങ്ക് സമ്മതിദായകന്റെ വിരലിൽ പതിച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി മൂന്നാം പോളിംഗ് ഓഫീസർ ഉറപ്പിക്കേണ്ടതും കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തേണ്ടതുമാണ്. അതിനുശേഷം സമ്മതിദായകനെ ബാലറ്റ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ള വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് തങ്ങളുടെ സമ്മതിദാനം വിനിയോഗിക്കുന്നതിനായി നിർദ്ദേശിക്കേണ്ടതാണ്. എന്നാൽ ഇൻഡെലിബിൾ ഇങ്ക് മായ്ക്കപ്പെടുകയോ രേഖ പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ വീണ്ടും വിരലിൽ മഷി പുരട്ടുവാൻ നിർദ്ദേശിക്കാവുന്നതാണ്. ഒരുപക്ഷെ മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റ് അമർത്തിയതിനു ശേഷം തങ്ങളുടെ സമ്മതിദാനം ചെയ്യുന്നതിൽ നിന്നും വോട്ടർ വിട്ടുനിൽക്കുകയാണെങ്കിൽ അടുത്ത സമ്മതിദായകനോട് വോട്ട് രേഖപ്പെടുത്തുവാൻ നിർദ്ദേശിക്കേണ്ടതുമാണ്. എന്നാൽ വോട്ട് ചെയ്യുവാൻ വിസമ്മതിച്ചത് പോളിംഗ് ദിനത്തിലെ അവസാനത്തെ സമ്മതിദായകൻ ആണെങ്കിൽ മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം VVPAT-ഉം ബാലറ്റ് യൂണിറ്റും ഡിസ്കണക്ട് ചെയ്യേണ്ടതും തുടർന്ന് കൺട്രോൾ യൂണിറ്റ് ഓണാക്കുമ്പോൾ ബിസി ലാമ്പ് ഓഫാവുകയും ക്ലോസ് ബട്ടൺ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നതിനാൽ പോളിംഗ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.